സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളം ഇന്ന് ഈശോയുടെ സ്നേഹം കൊണ്ട് ഈശോ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാപത്തെ കഴുകിക്കളഞ്ഞു. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മുടെ തലയ്ക്കാതിരിക്കുന്നത് ഈശോ ഇതാ എടുത്തു മാറ്റുകയാണ്. നമ്മുടെ യഥാർത്ഥ അവസ്ഥ കാണുവാൻ ഈശോ ഇതാ നമ്മളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒന്നുമില്ലായ്മയെ കാണുവാൻ ഈശോ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. മനുഷ്യനോളം ദുർബലനായി വേറെ ആരുമില്ല. എത്രയോ പെട്ടെന്ന് വീണു പോകുന്നവരാണ് നമ്മൾ. പഴയ നിയമം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, വീണുപോയ മനുഷ്യൻ്റെ ചരിത്രമാണ് അതിൽ കാണുക. ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടുണ്ടെങ്കിലും അത്ര ഉന്നതമായ ദൈവബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ആളുകൾ പോലും പഴയ നിയമത്തിൽ വീണുപോയതായി നമ്മൾ കാണുന്നുണ്ട്. ദൈവമായി എത്രയോ നല്ല കൂട്ടായ്മയാണ് ആദത്തിന് ഹവ്വയ്ക്കുണ്ടായത്. അവരും വീണുപോയി. അബ്രാഹം ദൈവം അബ്രാഹത്തെ തെരഞ്ഞെടുത്തെങ്കിലും അബ്രാഹത്തിന്റെ ഗോത്രത്തിലുള്ളവര് ഇതാ വീണുപോയവരാണ്. മോശയെ ദൈവം തെരഞ്ഞെടുത്തുവെങ്കിലും അതിലൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം തെരഞ്ഞെടുത്തെങ്കിലും ഇസ്രായേൽ ജനം ദൈവത്തോട് അവിശ്വസ്ത പുലർത്തുന്ന രംഗങ്ങൾ നമ്മൾ വായിക്കുന്നു. ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തുവെങ്കിലും ദാവീദും വീണു. ദാവീദിന്റെ രാജ്യത്തിലുള്ളവരും ദൈവത്തോട് അവിശ്വസ്തത പുലർത്തി. മനുഷ്യൻ വീണു പോകുന്നവനാണ് എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് സന്ദേശം പഴയ നിയമത്തിൽ വളരെ വ്യക്തമാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് മാറ്റി നമ്മുടെ ഒന്നുമില്ലായ്മയെ കാണുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുക. നമ്മുടെ അഹങ്കാരത്തെ അത് ഉടയ്ക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളിൽ നിന്ന് എളിമയിലേക്ക് വരുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നമ്മൾ ഏത് സമയത്തും വീണു പോകാൻ സാധ്യതയുള്ളവരാണ്. അത്രമാത്രം ദുർബലരാണ്. അതുകൊണ്ടാണ് യേശു എപ്പോഴും നമ്മളിൽ വസിക്കുന്നത്, നമ്മളെ താങ്ങുവാൻ. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ വന്നിട്ടുള്ള തെറ്റുകൾ, ചിലർ സ്വന്തം തെറ്റിലേക്ക് നോക്കിയിട്ട് ഞാനങ്ങനെ ചെയ്തല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും അവർ എളിമയിലേക്ക് വളരുന്നില്ല. അവർ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണു പോകുന്ന ഒരു വ്യക്തിയാണ് എന്ന് അവർ അംഗീകരിക്കുന്നില്ല. അവർ വീണതിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തൊരു സ്പിരിച്വാലിറ്റി ഇല്ല. നമ്മൾ എളിമയിലേക്ക് വരണം. ഞാൻ വീണു പോകുന്ന വ്യക്തിയാണ്, ഇനിയും വീഴാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് കർത്താവിൻ്റെ കരുണ ആവശ്യമാണ്, ദൈവകൃപ എനിക്ക് ആവശ്യമാണ്. ഇതാണ് നമ്മുടെ ഇന്ന് വരെയുള്ള വീഴ്ചയിൽ നിന്ന്, പാപത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്തു പോയി എന്നൊരു കാര്യം വെറും ഒരു ട്രാജഡി ആയിട്ട് നമ്മൾ കാണരുത്. നമ്മുടെ ജീവിതത്തിലെ വീഴ്ചയെ ഒരു ടീച്ചറായിട്ട് തന്നെ നമ്മൾ കാണുക. പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വീഴ്ചയുടെ സന്ദർഭം ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നീ വീണു പോകുന്നവനാണ്, നിനക്ക് യേശുവിനെ ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ കർത്താവിനെ മുറുകെ പിടിക്കുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നീ അധപ്പതിക്കുവാൻ ഇടയുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട്
ഇന്ന് നമ്മൾ പാപമോചനം സ്വീകരിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ എളിമയിലേക്ക് വളരാൻ തയ്യാറാകണം. ഈ ഒരു സംഭവം മാത്രമല്ല സഹോദരങ്ങളെ, നമ്മൾ ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. നമ്മൾ വിചാരിക്കാത്ത, നമ്മുടെ പ്രതീക്ഷയ്ക്കെല്ലാം വിരുദ്ധമായി പല തകർച്ചയുടെ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല തകർന്ന സംഭവങ്ങളും, പല വിധത്തിൽ തകർച്ച അനുഭവിക്കുന്ന ആളുകൾ ഈ കൂട്ടായ്മ കാണും. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സഹോദരൻ സാമ്പത്തികമായിട്ട് എല്ലാം തകർന്ന് തരിപ്പണമായി പോയി. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുകയാണ്, കുറച്ച് നാളത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കാനായിട്ട്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ അറിയും, എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരിക്കാനായിട്ട് അച്ഛന് പരിചയമുള്ള സ്ഥലങ്ങളല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ വലിയൊരു തറവാട്ടുകാരനാണ്, ആ കുടുംബത്തിൻ്റെ മഹിമയും പ്രതാപവും ഒക്കെ പുള്ളിയുടെ തലയിൽ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇതാ ജീവിതത്തിൽ വന്ന തകർച്ചകൾ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ഇതെല്ലാം നമ്മളെ എന്തുമാത്രം സ്വന്തം ശക്തിയിൽ നിന്ന് പിടിവിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ട സമയമാണിത്. ഹല്ലേലൂയ. സ്വന്തം ശക്തിയിൽ നിന്ന് പിടിവിടാനായിട്ട്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നും, എനിക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, ഞാനെന്ന് പറഞ്ഞാൽ ഞാനാണ്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ കാണും. വളരെ പെട്ടെന്നാണ് ചിലര്, ഇതാ ഒരു അപകടം വന്നു, ഇപ്പോൾ അനങ്ങാൻ പറ്റാതെ കട്ടിലിൽ കിടക്കുകയാണ്. സ്വന്തം ആരോഗ്യത്തിൽ അഹങ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ആ രോഗാവസ്ഥയിൽ, അപകടാവസ്ഥയിൽ ഇതാ എളിമയിലേക്ക് വരികയാണ്. അപകടമുണ്ടായതുകൊണ്ട് എളിമപ്പെടണമെന്നില്ല, പക്ഷേ അതെല്ലാം നമ്മളെ ഒരു എളിമയിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കണം. ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഇടവക ധ്യാനത്തിന് ചെന്നപ്പോൾ ഒരു വീട്ടിൽ കയറി ചെല്ലുവാനിടയായി. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് എനിക്ക് വീട് കാണിച്ചു തരാൻ വന്ന വ്യക്തി എന്നോട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ കയറിപ്പോയ വീട് പറയാൻ മറന്നുപോയി, ഒരു യുക്തിവാദിയുടെ വീടാണ് എന്ന്. പ്രൈസ് ദി ലോർഡ്. ശരിയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ കുറേ യുക്തിപരമായ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എൻ്റെ മുമ്പിൽ എടുത്തിട്ടു. എനിക്കതിന് ഉത്തരവൊന്നും പറയാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അയാൾ അതുപോലെയുള്ള അറിവൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ഞാൻ അറിയാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ധ്യാനത്തിനായിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം എന്നെ കളിയാക്കി വിടുക ചെയ്തത്. ഹല്ലേലൂയ. പക്ഷേ അതിനുശേഷം ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു 4-5-6 വർഷത്തിന് ശേഷം ഒരു തിങ്കളാഴ്ച രാവിലെ ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചതിന് ശേഷം താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുള്ള അയാളുടെ മുഖം പോലെ ഒരാൾ, എനിക്ക് സംശയം ഇയാൾ തന്നെയാണോ, ഊട്ടുമുറിയിൽ ക്യൂ നിൽക്കുകയാണ്. അപ്പം ഞാൻ ചെന്ന് അടുത്ത് നിന്നപ്പോൾ ഇയാൾ തന്നെയാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ കൈക്ക് പിടിച്ച് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് മാറ്റി. ശേഷം ഞാൻ ചോദിച്ചു, സാറ് എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ, അച്ഛൻ എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞറിയും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അച്ഛനറിയാമല്ലോ, എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാനിവിടെ വരികയല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ വന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? അത് എൻ്റെ മകൻ കാരണം ഞാനിവിടെ വന്നതാണ്. ഹല്ലേലൂയ. അവൻ വീട്ടിൽ വലിയ പ്രശ്നമായി തീർന്നിരിക്കുകയാണ്, വലിയൊരു തലവേദനയായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വലിയൊരു അന്തഃഛിദ്രം നടക്കുകയാണ്. ഞാൻ എന്തെല്ലാം ശ്രമിച്ചിട്ടും അവനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ വീട്ടിൽ ഒരു കൊലപാതകം വരെ വരത്തക്കവണ്ണമുള്ള സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്തെങ്കിലും ആകട്ടെ, എല്ലാം എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ തറവാട് മഹിമ കൊണ്ടും സാധ്യമാണ് എന്ന് വിചാരിച്ച എത്രയോ വ്യക്തികളെ ഇതുപോലെയുള്ള സംഭവങ്ങളും പരാജയങ്ങളും അവരുടെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് വരെയും ആരുടെയും മുമ്പിൽ കുനിയാത്ത ഒരാളാണ്, എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കുന്നയാളാണ്. ഞാൻ ഇന്ന് വരെയും ആരുടെയും മുമ്പിൽ അങ്ങനെ കുനിഞ്ഞിട്ടില്ല. എനിക്ക് സാമ്പത്തികമായ കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നല്ലൊരു തറവാട്ടിൽ പിറന്നൊരു വ്യക്തിയാണ് ഞാൻ, നല്ലൊരു ജോലിയും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയൊരു അഹങ്കാര ചിന്തയിലാണ് കഴിഞ്ഞിരുന്നത്. എന്നെ ആർക്കും അങ്ങനെ തോൽപ്പിക്കാനൊന്നും പറ്റുകയില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ദുരഭിമാനിയായിട്ട് ഞാൻ ജീവിക്കുകയായിരുന്നു. പള്ളിയിൽ പോലും ഞാൻ കുനിയാറില്ല, അങ്ങനെ ഒരു ദുരഭിമാനിയായിരുന്നു. എന്നാൽ അച്ഛാ നോക്കൂ, ഇപ്പം ഞാൻ കുനിഞ്ഞിരിക്കുകയാണ്. എന്താ കാരണം? എന്നെ ചിക്കൻ കുനിയ പിടികൂടിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം പിന്നെ നിവരാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെ ഇരിക്കുക പുള്ളി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പള്ളിയിൽ ഒരിക്കലും കുനിയാത്ത പുള്ളി ഇപ്പൊ എപ്പോഴും കുനിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതർത്ഥത്തിലായാലും ശരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പല തട്ടുകളും നൽകി, പല കൊട്ടുകളും നൽകി, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരിക്കലൊരു സഹോദരനോട് പറഞ്ഞു, അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഒരു നല്ല തുക പുള്ളിക്കാരൻ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത ആളാണ്. പക്ഷെ ഡോക്ടർ ഒരു നിമിഷത്തിൽ പറഞ്ഞു, തൻ്റെ രോഗത്തിന് മരുന്നില്ല, അത് വളരെ അഡ്വാൻസ് ആയിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. അപ്പം അദ്ദേഹം ചോദിച്ചു, അല്ല നമുക്ക് ഫോറിൽ നിന്ന് എന്തെങ്കിലും ഇച്ചിരി മരുന്ന് വരുത്തിക്കുന്നതിന് വിരോധമില്ല, കാരണം എൻ്റെ പൈസ ഇരിപ്പുണ്ട്, ഞാൻ തരാൻ തയ്യാറാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഫോറിൽ നിന്നല്ല, ഈ ലോകത്തിൽ തന്നെ ഒരു മരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സഹോദരൻ പറയുകയാണ്, ബാങ്കിൽ കിടക്കുന്ന ഈ പണത്തിന് ആ നിമിഷത്തിൽ ഒരു വിലയും ഇല്ലായ്മയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത്രയും പണം ബാങ്കിൽ കിടപ്പുണ്ട്, പക്ഷെ അതിനെ എന്നെ ഒരു സെക്കൻഡ് പോലും ജീവിപ്പിക്കാനുള്ള കരുത്തില്ല, കഴിവില്ല. എനിക്കതെല്ലാം ഒരു ചപ്പും ചവറുമായി ഒരു നിമിഷം അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ അതുവരെയും അതിനെ പിടിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിനെന്നെ ഇതാ ഒരിക്കലും സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഇതാ എൻ്റെ ഒന്നുമില്ലായ്മയെക്കുറിച്ച് ഞാൻ ധ്യാനിക്കാൻ തുടങ്ങി. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ എളിമപ്പെടുവാനും നമ്മുടെ ഒന്നുമില്ലായ്മയെക്കുറിച്ച് ധ്യാനിക്കുവാനുമുള്ള അവസരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാം വാക്യം. എന്തിനാണ് ദൈവം പരാജയങ്ങളും തകർച്ചകളും അനുവദിക്കുന്നത്? അതിന് ഉത്തരം അതിലുണ്ട്. അത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്.
ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ, സ്വന്തം ശക്തിയില്, കഴിവില്, പണത്തില്, ആരോഗ്യത്തില് ഒക്കെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ട് അത്രേ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എല്ലാ ശക്തിയുടെയും എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവിടമായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ട് അത്രയും. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഇതാ കഴുകരെ പോലെ ചിറകടിച്ചുയരും. അവരോടിയാലും തളരുകയില്ല, നടന്നാലും ക്ഷീണിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായ പരാജയങ്ങളും തകർച്ചകളും എല്ലാം തന്നെ നമുക്ക് നമ്മളിലുള്ള പിടിവിട്ടിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒരു വിളിയായി കരുതണം. ഹല്ലേലൂയ. നമുക്കത് കൈ ഉയർത്തിപ്പിടിച്ചു. കർത്താവേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കർത്താവേ, എന്റെ ജീവിതത്തിലെ പരാജയങ്ങളും തകർച്ചകളും എന്റെ അഹങ്കാരത്തെ തകർത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കല് മലബാർ ഭാഗത്തു നിന്ന് ഒരു സഹോദരൻ ഒരു സന്ധ്യാസമയത്ത് ഇവിടെ വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നെ ഒന്ന് പ്രാർത്ഥിച്ചു വിടണം, ഞാൻ ഒരു സ്ഥലത്ത് വചനം പ്രസംഗിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്താണ് പറയാൻ പോകുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ സാക്ഷ്യമൊക്കെ കൂടി ചേർത്ത് പറയാൻ പോവാണ്. ഞാൻ ചോദിച്ചു, എന്താണ് സാക്ഷ്യം? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി, എനിക്ക് കുട്ടികളില്ലായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ വളരെ പ്രസിദ്ധനായ ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്ന് ചികിത്സ ആരംഭിച്ചു. അദ്ദേഹം 1-2 വർഷത്തെ ചികിത്സയെല്ലാം കഴിഞ്ഞ ശേഷം വേറൊരു ഡോക്ടറുടെ അടുത്തേക്ക് ഞങ്ങളെ ഡയറക്റ്റ് ചെയ്തു. ആ ഡോക്ടർ വളരെ പ്രസിദ്ധനായ ഡോക്ടറാണ്. അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളവിടെ ചികിത്സ തുടങ്ങി. പക്ഷേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. 1-2 വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ ഈ ഡോക്ടർ പറയുക, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്, ഞാൻ ഒരു കാര്യം പ്രാർത്ഥിക്കും, ദൈവമേ നിങ്ങൾ എൻ്റെ അടുത്ത് വരാതിരുന്നെങ്കിൽ എന്ന്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഇനി നിങ്ങൾ എൻ്റെ അടുക്കൽ വരണ്ട എന്നതാണ്. നിങ്ങൾ ഇനി ഇതിനു വേണ്ടി പണം ചെലവാക്കണ്ട എന്നതാണ്. ഉള്ള കാര്യം നിങ്ങളോട് തുറന്ന് പറയട്ടെ, ഇത്രയൊക്കെ എന്നെക്കൊണ്ട് പറ്റുകയുള്ളൂ. ഇനി നിങ്ങൾ വല്ല കൊച്ചിനെടുത്ത് അഡോപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യേ, ഇനി എൻ്റെ അടുത്ത് വരണ്ട. വളരെ ഞടുക്കത്തോടു കൂടിയാണ് അവർ ഭാര്യയും ഭർത്താവും അത് കേട്ടത്. തുടർന്ന് അവരവിടെ നിന്ന് ഇറങ്ങി. വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ 2 പേരും പൊട്ടിക്കരഞ്ഞു. വളരെ മനപ്രയാസത്തോടെ അവർ വീട്ടിലേക്ക് മടങ്ങി. അവർ പറയുന്നത്, ഞങ്ങൾക്ക് ആകെപ്പാടെ ഒരാശ്രയം ഉണ്ടായിരുന്നത് ഈ ഡോക്ടർ ഞങ്ങളെ ചികിത്സിക്കും, ഞങ്ങൾ ഒരു കുഞ്ഞുണ്ടാകും എന്നായിരുന്നു. അദ്ദേഹം കൈവിട്ടതോടുകൂടി പിന്നെ ഒരിടത്തും പിടിക്കാനില്ലാതെയായി. അങ്ങനെ ഒരിടത്തും ആശ്രയമില്ലാത്ത വ്യക്തിയായി ഞങ്ങളന്ന് വീട്ടിലേക്ക്
ഒഴുകുന്ന കണ്ണുനീരോടെ കാലുകുത്തി. ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ കുരിശുരൂപത്തിന് മുമ്പിൽ ഇരുന്നു. ഞങ്ങളന്ന് വീട്ടിൽ അത്താഴം ഒന്നും തയ്യാറാക്കിയില്ല. ഞങ്ങൾ കൈ കോർത്ത് പിടിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങൾക്കിനി പോകാൻ ഒരിടവുമില്ല, നീ ഞങ്ങളെ അനുഗ്രഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ കരിയണമേ, കർത്താവേ കരിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എത്ര നേരം പ്രാർത്ഥിച്ചു എന്ന് അവർക്ക് അതിന് നിശ്ചയമില്ല. അവര് ആ കുരിശത്തിന് മുമ്പിൽ നേരം വെളുക്കുന്നവരെ ഇരുന്നു. പച്ചവെള്ളം പല പ്രാവശ്യം കുടിക്കുകയും ചെയ്തു. ഏതായാലും 2-3 ദിവസത്തിനുള്ളിൽ ഏതാനും ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞപ്പോൾ, 4 ആഴ്ചയോ 1 മാസത്തിനുള്ളിൽ ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞു. ആ പ്രാർത്ഥന അവരെ അനുഗ്രഹിച്ചു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇതുവരെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങളിലുള്ള എല്ലാ ആശ്രയവും കളഞ്ഞ് ദൈവം മാത്രം തുണ, വേറെ ആരിലും ഞങ്ങൾക്ക് ആശ്രയിക്കാനില്ല, എല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി. അതുകൊണ്ട് ഞങ്ങളുടെ ഒന്നുമില്ലായ്മയുടെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 9 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്ന ദമ്പതിമാർക്ക് കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കുഞ്ഞിനെ കിട്ടി. ഇപ്പോൾ അയാള് പല സ്ഥലത്തും പോയി സമയം കിട്ടുമ്പോഴെല്ലാം അവരെങ്ങനെയാ പ്രാർത്ഥിച്ചതെന്ന് മറ്റുള്ളവരോട് പറയുകയാണ്. ഒന്നിലും ദൈവമല്ലാതെ മറ്റൊന്നിലും ആശ്രയിക്കാതെ എന്ന് പറഞ്ഞാൽ അതാണ് എളിമയുടെ ആഴം എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ദാനത്തിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാകാം. നമ്മൾ അതിൽ ഒരു സുരക്ഷിതത്വം കണ്ടെത്തും. ദൈവത്തിന് പകരമായി തീരാൻ ഇടയുണ്ട് ഏത് ദാനവും. പണം ഒരു ദാനമാണ്. പക്ഷെ പണം, നമ്മുടെ കയ്യിരിക്കുന്ന പണം കൊണ്ട് പല കാര്യങ്ങളും നടക്കുന്നു. അങ്ങനെ കുറെ കഴിയുമ്പോഴേക്കും പണം നമ്മളറിയാതെ ദൈവത്തിൻ്റെ സ്ഥാനം കയറി എടുത്തു കളയും. പണമാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്, സെക്യൂരിറ്റി നൽകുന്നത് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അപ്പോൾ പണം ഒരു വിഗ്രഹമായി മാറും. അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും ചില ദാനങ്ങൾ നമ്മൾ ഇന്ന് പിൻവലിക്കുന്നത്. ദാനങ്ങൾ പിൻവലിക്കുമ്പോഴെല്ലാം ദൈവമേ അങ്ങാണ് എൻ്റെ സുരക്ഷിതത്വം എന്ന് ദൈവത്തോട് പറയുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ തന്നെ കണ്ടുമുട്ടാനുള്ള ഒരവസരമാണ് ദൈവം ചിലതെല്ലാം എടുത്തു മാറ്റുമ്പോൾ. അത് എളിമയുടെ ആഴങ്ങളിലാണ് നമുക്ക് അനുഭവപ്പെടുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഏതൊന്നിലാണോ മുറുകെ പിടിച്ചിരിക്കുന്നത്, ദൈവമല്ലാത്തതിൽ നമ്മൾ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പിടിവിടുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ പിടിവിട്ട് കർത്താവേ എന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ വീണുപോയ സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലെ നിരവധിയായ തകർച്ചകളും, ഇത് രണ്ടും നമ്മളെ എളിമയിലേക്ക് നയിക്കുന്ന, ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരുന്ന നിമിഷങ്ങളാണ്. ക്രിസ്തീയ ആധ്യാത്മികത എളിമയിലേക്കുള്ള വളർച്ചയാണ്. നമ്മൾ എളിമപ്പെടും തോറും ദൈവസന്നിധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്, ദൈവ സാന്നിധ്യത്തെ തിരുമുറ്റത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക, ദൈവം
എന്തെങ്കിലും ഒരു പരാജയമോ തകർച്ചകളോ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് വഴി നമ്മളെ ദൈവം തള്ളിക്കളയുകയല്ല, നേരെ മറിച്ച് ദൈവ സാന്നിധ്യത്തിന്റെ ആ തിരുമുറ്റത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അടുത്ത് വരികയാണ്. ഹല്ലേലൂയ! ദൈവ സാന്നിധ്യം നമ്മളിൽ വന്ന് നിറയുകയാണ്. നമ്മുടെ തൊട്ട് മുമ്പിൽ ഈശോ നിൽപ്പുണ്ട്. നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഈശോ നിന്നോട് പറയുന്നുണ്ട്. വേറെ ആരെല്ലാം ഉണ്ടെങ്കിലും അതുകൊണ്ട് പ്രയോജനവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളിലൂടെ, പരാജയങ്ങളിലൂടെ, വീഴ്ചകളിലൂടെ നമുക്ക് എളിമപ്പെട്ട് ദൈവ സാന്നിധ്യം നമ്മുടെ മുമ്പിലുള്ളത് മനസ്സിലാക്കി ആ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് യേശുവേ യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശു നമ്മുടെ മുമ്പിൽ, ദൈവമേ നന്ദി, ദൈവമേ ഒരിക്കലും തള്ളിക്കളയാത്തവരായ യേശു നമ്മുടെ മുമ്പിൽ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, അങ്ങ് മാത്രമേ എനിക്കുള്ളൂ. ദൈവമേ നന്ദി, എന്നിൽ നിന്ന് പിടിവിടുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാത്തിൽ ഞാൻ പിടിവിടുന്നു. ദൈവമേ ആരാധന, യേശുവേ ആരാധന. നോക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കുന്നു. യേശുവേ യേശുവേ നന്ദി പറയുന്നു. യേശുവേ 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 മഹത്വപ്പെടുത്തുന്നു. യേശുവേ 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 സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നാ കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.